നടക്കുന്നതിനിടെ വീണ് സലീംകുമാർ. സഹായിച്ചയാളുടെ കൈ തട്ടിമാറ്റി. അഹങ്കാരമല്ല അസ്വസ്ഥതയെന്ന് കമന്റുകൾ. 29 വർഷമായി മലയാളികളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും സലീംകുമാർ എന്ന പ്രതിഭ സിനിമയിലുണ്ട്. ഹാസ്യതാരമായി സിനിമയിലേക്കെത്തിയ നടൻ പിന്നീട് സ്വഭാവ നടനായും നായകനുമായെല്ലാം അഭിനയിച്ച് വിസ്മയിപ്പിക്കുകയും ദേശീയ തലത്തിൽ വരെ അംഗീകാരങ്ങൾ നേടുകയും ചെയ്തു. നടൻ എന്നതിലുപരി എഴുത്തുകാരനും സംവിധായകനുമെല്ലാമായ സലീംകുമാറിൻ്റെ പുതിയൊരു വീഡിയോയാണ് വൈറലാകുന്നത്. സ്കൂൾ പ്രവേശനോത്സവത്തിൽ അതിഥിയായി പങ്കെടുക്കാൻ എത്തിയതായിരുന്നു താരം. ആരോഗ്യപ്രശ്നങ്ങൾ ഉള്ളതിനാൽ നടക്കാനും മറ്റു ചില അവശതകൾ നടൻ നേരിട്ടിട്ടുണ്ട്. വാഹനത്തിൽ നിന്നും ഇറങ്ങിയതുപോലും സ്വീകരിക്കാനെത്തിയവരുടെ സഹായത്തോടെയായിരുന്നു. ശേഷം പരിപാടി നടക്കുന്ന വേദിയിലേക്ക് നടക്കവേ കാലുകൾ തളർന്ന് നടൻ വീണു. സഹായി കയ്യിൽ പിടിച്ചിരുന്നുവെങ്കിലും ബാലൻസ് ചെയ്യാനാവാതെ സലീംകുമാർ വീണു. ശേഷം 3-4 പേർ എത്തിയാണ് നടനെ താങ്ങി എഴുന്നേൽപ്പിച്ചത്. ശേഷം 2-3 പേരുടെ സഹായത്തോടെയാണ് നടൻ നടന്നത്. അതിനിടയിൽ താങ്ങി ഉയർത്തിയ ഒരാളുടെ കൈ നടൻ തട്ടിമാറ്റുകയും ചെയ്തിരുന്നു. അല്പം രോക്ഷത്തോടെയാണ് കൈ തട്ടിമാറ്റിയതെന്ന് വീഡിയോയിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ വൈറലായതോടെ വിമർശിച്ചടക്കമുള്ള കമന്റുകൾ വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അവശതയിലായിട്ടും എന്തുകൊണ്ട് വിശ്രമിക്കാതെ ഇത്തരം പരിപാടികൾ പങ്കെടുക്കുന്നുവെന്നാണ് ചിലർ കമന്റിലൂടെ ചോദിച്ചത്. ഇത്ര വയ്യാത്ത ആളെ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടിക്കുന്നത്? റെസ്റ്റ് എടുക്കുക, ആരോഗ്യം തിരികെ വന്ന ശേഷം മാത്രം ഇത്തരം ചടങ്ങുകൾ സംബന്ധിക്കുക, അതല്ലേ നല്ലത് എന്നായിരുന്നു ചില കമന്റുകൾ. ശരിയാണ്, സുഖമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വലത്തെ കൈയിൽ പിടിച്ച ആ മനുഷ്യനോട് കാണിക്കുന്ന വെറുപ്പ് കണ്ടില്ലേ? താഴെ വീണപ്പോൾ പൊക്കിയെടുത്ത് ആ മനുഷ്യനും കൂടിയാണ്. പിന്നെ പിടിച്ചുകൊണ്ടു വന്നപ്പോൾ വലത്തെ കൈ വലിച്ചു മാറ്റുന്നു. അഹങ്കാരം എന്നിട്ടും മാറിയില്ല. കഷ്ടം. ഒറ്റ വീഡിയോയിൽ അതിൽ എല്ലാമുണ്ട്. ഒരാൾ വീഴുന്നു, എല്ലാവരും പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. നടക്കാനായപ്പോൾ കൈപിടിച്ചവനെ തന്നെ തട്ടിമാറ്റുന്നു. ഇനിയും വീഴില്ലെന്നില്ല. രോഗങ്ങൾ നമുക്ക് മനസ്സിലാകും. കാരണം ആർക്കും എപ്പോഴും അസുഖം വരാം. പക്ഷേ വീണവനെ താങ്ങി എഴുന്നേൽപ്പിച്ചപ്പോൾ കാണിച്ച ആ അഹങ്കാരമാണ് മനസ്സിലാവാത്തത് എന്നിങ്ങനെയായിരുന്നു വിമർശിച്ചു വന്ന കമന്റുകൾ. അതേസമയം നടൻ അഹങ്കാരം കൊണ്ടല്ല, രോഗം മൂലമുള്ള അവശതയും അസ്വസ്ഥതയും കാരണമാണ് അങ്ങനെ പെരുമാറിയത് എന്നായിരുന്നു മറ്റു ചിലർ കുറിച്ചത്. പ്രായം കൂടിയ രോഗിയായ ശാരീരിക അവശതയുള്ള ഒരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റാതെ പ്രതികരിക്കുന്നവർക്ക് ഈ അവസ്ഥ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. വയസ്സായ ആളാണ്, പ്രഷർ ഉള്ളയാളാണ്. അവരുടെ പ്രതികരണം അതുപോലെ തന്നെയാകും. താഴെ വീണു പോയതിൻ്റെ വിഷമം ഒക്കെയാണ് അങ്ങേര് കാണിക്കുന്നത്. ചെറുപ്പക്കാരെ പോലെ ചുറുചുറുപ്പ് അങ്ങേരിൽ പ്രതീക്ഷിക്കരുത്. വയ്യെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ പോരെ എന്ന് പറയുന്നവരോട് അയാൾക്ക് അങ്ങനെ മൂടിപ്പുതച്ച് വീട്ടിലെ റൂമിൽ കിടക്കാൻ താല്പര്യമില്ലായിരിക്കും. ചിലപ്പോൾ വീഴും. ഇതൊക്കെ വയസ്സാകുമ്പോൾ എല്ലാവർക്കും സാധാരണമാണ് എന്നിങ്ങനെയാണ് അനുകൂലിച്ചു വന്ന കമന്റുകൾ. ശാരീരികമായ ചില അസുഖങ്ങളും അവശതകളും നേരിടുന്നതിനാൽ വളരെ വിരളമായി മാത്രമേ സലീംകുമാർ ഇപ്പോൾ സിനിമകൾ ചെയ്യാറുള്ളൂ. കരൾ രോഗം പിടിപെട്ട് അത്യാസന്ന നിലയിൽ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളെല്ലാം പലപ്പോഴായി നടൻ പങ്കുവച്ചിട്ടുണ്ട്.